ഏറ്റവും ബഹുമാനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ലാലച്ചൻ ജോർജ്, വേദിയിലുള്ള ഏറ്റവും ബഹുമാനരായ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ബഹുമാനായ എൻ്റെ സഹപ്രവർത്തകനുമായ MP ശ്രീ PP സുനീഷ്, ബഹുമാനായ മുൻ MP ശ്രീ PK ബിജു അടക്കമുള്ള വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, എന്നോടൊപ്പം ഈ മധ്യമേഖല ജാഥയിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ ടീം അംഗങ്ങൾ, ഘടകകക്ഷിയുടെ നേതാക്കന്മാർ, ഏറ്റവും ബഹുമാനരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, സഖാക്കളെ, സ്നേഹിതരെ, മൂന്ന് ദിവസം മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് പത്തനംതിട്ടയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്ന് മിനിങ്ങാന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലും കോട്ടയം നിയമസഭാ മണ്ഡലം പൂർത്തിയാക്കി ഇന്നലെ പുതുപ്പള്ളിയും ഏറ്റുമാനൂരും കടുത്തുരുത്തിയും വൈക്കവും പൂർത്തിയാക്കി ഇന്ന് പാലായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാലായിലെ ഈ യോഗത്തിന് ശേഷം 11:30 കാഞ്ഞിരപ്പള്ളി യോഗം ആരംഭിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളിയും അതിനുശേഷം പൂഞ്ഞാറിലുള്ള മുണ്ടക്കയത്തും പീരുമേട്ടിലും അതിനുശേഷം നെടുങ്കണ്ടത്ത് ആണ് ഇന്ന് സമാപിക്കേണ്ടത്. നമുക്ക് രാത്രി അവിടെ വൈകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ രാത്രി ലേറ്റ് ആകുന്നതിന് മുമ്പ് അവിടെ എത്തേണ്ടതുമുണ്ട്. അതിനുശേഷം നാളെ അടിമാലിലും മറ്റ് പ്രദേശങ്ങളിലേക്ക് കടക്കുകയാണ്. കേരള സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 3 മേഖലയായി നടക്കുന്ന ഈ ജാഥ ഒരു തരത്തിൽ പറഞ്ഞ വലിയൊരു മുന്നേറ്റമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഞങ്ങൾ കടന്നുപോയ പ്രദേശങ്ങളിലെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ നൽകിയ ഒരു പ്രതികരണം. ഇവിടെ ഈ പ്രതികരണം വെളിപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർഭരണത്തിലേക്കും ഇടത് സർക്കാരിൻ്റെ 3ാം ഭരണത്തിലേക്കും ചെന്നെത്തും എന്നൊന്ന് വലിയ തെളിവാണ്. കോട്ടയം ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ നില മെച്ചപ്പെടുത്തും എന്നുള്ളതിനും സംശയമില്ല. ഇവിടെ വന്ന് കയറിയപ്പോൾ കുരിശുപള്ളി ജംഗ്ഷൻ മുതൽ ഇവിടെ ഈ ജംഗ്ഷൻ വരെ, ലാളംപാലം വരെ നിറഞ്ഞു കവിഞ്ഞ വഴിയോരങ്ങളിലെല്ലാം നമ്മുടെ പ്രവർത്തകരും സാധാരണക്കാരും ഈ ജാഥയെ ആവേശത്തോടുകൂടി സ്വീകരിക്കുകയുണ്ടായി. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും മാതാപിതാക്കളെയും സഹോദരന്മാരെയും ഹൃദയം കൊണ്ട് ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നെനിക്കറിയില്ല. പക്ഷെ വന്നു കയറിയപ്പോഴേ PK ബിജു എന്നോട് പറഞ്ഞു, അധികം സംസാരിക്കരുത്, കാരണം കാഞ്ഞിരപ്പള്ളിയിലുള്ള ആ സമ്മേളനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു 12:15 മുമ്പെങ്കിലും അവിടെ ക്യാപ്റ്റൻ എത്തിയെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ആ യോഗം അവസാനിച്ച് പോകും എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വളരെയധികം കാര്യങ്ങൾ പറയാനുമുണ്ട്.
ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ വൈകാരികമായി ആണ് ഞാൻ നിൽക്കുന്നത്. കാരണം പാലാ എന്ന് പറയുന്നത് എൻ്റെ മണ്ണാണ്, ഞാൻ ജനിച്ച സ്ഥലമാണ്, എൻ്റെ നാടാണ്, എൻ്റെ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ വികാരത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പാലായെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അവർക്കെല്ലാം ഒരു വികാരമാക്കി, അവരുടെ എല്ലാം ഒരു അടയാളമാക്കി മാറ്റിയ, രാഷ്ട്രീയമായി മാറ്റിയ KM മാണി സാറിൻ്റെ മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ് ആദ്യമായിട്ട്. കാരണം ഇന്ന് ലോകം മുഴുവൻ പാലാ ഏത് എന്ന് ചോദിച്ചാൽ പാലായെ അടയാളപ്പെടുത്താൻ അവർക്കെല്ലാവർക്കും കഴിയും. അത് പാലാ നേടിയ നേട്ടവും പാലാ നേടിയ പാരമ്പര്യവും സംസ്കാരവും ആണ് നമ്മളെ മുന്നിലേക്ക് നയിച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇന്ന് നമ്മൾ മുന്നോട്ട് ഈ പ്രചരണവുമായി നമ്മൾ കേരള സംസ്ഥാനത്ത് പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലം എടുത്താൽ ആ 10 വർഷത്തിൽ ആദ്യത്തെ 5 വർഷം ഏറ്റവും ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കാണും. ഇവിടുത്തെ 2 പ്രാവശ്യം 2018-ലും 2019-ലുമുള്ള ആ പ്രളയം, അതിനുശേഷമുണ്ടായ നിപ്പ, അതിനുശേഷമുണ്ടായ കോവിഡ്, ഇതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ കഴിഞ്ഞു. ആ പ്രളയം കഴിഞ്ഞപ്പോൾ, 2 പ്രളയം കഴിഞ്ഞപ്പോൾ 18,000 കിലോമീറ്ററുകൾ റോഡുകളാണ് തകർന്നത്. 134ഓളം പാലങ്ങളാണ് തകർന്നത്. 100 കണക്കിന് പൊതുസ്ഥാപനങ്ങളാണ് തകർന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ കൊച്ചു കേരളത്തില് 18,000-ഓളം വരുന്ന റോഡുകൾ തകർന്നത്, പാലങ്ങൾ തകരുമ്പോൾ അതിനെ റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ കേരളത്തെ പൂർണ്ണമായി പഴയ കേരളം പോലെ മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല, പുരോഗതിയിലേക്ക് ചെന്നെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒന്ന്, ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഗ്രാമീണ റോഡുകൾ മുതൽ നാഷണൽ ഹൈവേ വരെ, ഇന്ന് പ്രൈമറി സ്കൂൾ മുതൽ ടെക്നോ പാർക്ക് വരെ, പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ, ബസ് ടെർമിനൽ മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എയർപോർട്ടുകൾ വരെ, വാട്ടർ മെട്രോ മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ, അങ്ങനെ എല്ലാ മേഖലകളിലും ലഘുതായ ചെറുതുമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇത് പറയുമ്പോഴും നമുക്കറിയാം, ഇന്ന് കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത, ഒരിക്കലും പെൻഷൻ മുടങ്ങാത്ത ഒരു സംസ്ഥാനം അത് കേരളമാണ്. ഒരിക്കലും റേഷൻ മുടങ്ങാത്ത ഒരു സംസ്ഥാനം അത് കേരളമാണ്. നമുക്കറിയാം, പാഠപുസ്തകം അത് മുടങ്ങാതെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ആ സ്കൂളുകൾ അധ്യയന വർഷം തുറക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞു. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഇന്ന് ആരോഗ്യ മേഖലയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം അത് നവീകരിച്ച് ഏറ്റവും മനോഹരമായ ജനകീയമായ ഒരു പദ്ധതിയാക്കി ഇന്ന് കേരളത്തിൽ മാറ്റിയെടുത്തു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. 2016-ൽ ആ 5 വർഷക്കാലം ഇത്രയും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും 2016-ൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10 വർഷം കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഈ ഭരണം പൂർത്തിയാകുകയാണ്. 10 വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് എത്ര വയസ്സായി കാണും? 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2016-ലുള്ള ഒരു വിദ്യാർത്ഥി 10 വർഷം കഴിയുമ്പോൾ 18-ഉം 19-ഉം വയസ്സായി. ആ കുട്ടിയോട് ചോദിക്കുകയാണ്, പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ലോഡ് ഷെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പവർ ഫെയിലിയർ എന്താണെന്ന് ചോദിച്ചാൽ, ആ
അവർക്ക് അറിയില്ല എന്ന് തന്നെ പറയും. കാരണം അവർ അനുഭവിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആ കഴിഞ്ഞ 10 വർഷക്കാലം വൈദ്യുതി മുടങ്ങാതെ നിന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് എന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഞാൻ പറയാൻ കാര്യം, കോവിഡിന് ശേഷം നിങ്ങളിവിടെ എടുത്തു നോക്കിക്കോ, പാലാ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ എത്രയോ വീടുകളിൽ അവരുടെ മക്കള് IT മേഖലയിൽ ഇൻഫോ പാർക്കിലും ഇൻഫോ സിറ്റിയിലും അതോടൊപ്പം തന്നെ കർണാടകത്തിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റ് മേഖലയിലൊക്കെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. ഞാൻ പലപ്പോഴും വീടുകൾ സന്ദർശിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന പെങ്ങളും ആങ്ങളെയും അവർ IT ഫീൽഡിലാണ്. രണ്ടുപേരും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന മിക്കവാറും രാത്രികളിലാണ്. കാരണം അവർ ജോലി ചെയ്യുന്നത് അവരുടെ പേരന്റ് കമ്പനി എന്ന് പറയുന്നത് അമേരിക്കയിലും യൂറോപ്പിലുമുള്ളവരാണ്. അവരുമായിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ച്, വൈഫൈ എങ്ങനെയാണ് അവർ ജോലി ചെയ്യുന്നത്? കമ്പ്യൂട്ടർ തുറന്ന് അവിടെ വൈഫൈ കണക്ഷൻ എടുത്ത് 5-8 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ഒരു നിമിഷം പോലും അതിന് ഏറ്റുമാറാൻ പോലും പറ്റില്ല. കാരണം കണക്കുകൾ തെറ്റും. മറ്റുള്ള ആ മേഖലയിൽ ജോലി ചെയ്യുന്ന അപ്പുറത്തെ രാജ്യത്ത് ജോലി ചെയ്യുന്നവര് ആ കണക്ഷൻ ത്രൂ ഔട്ട് വേണം, മുഴുവൻ സമയവും വേണം. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അരമണിക്കൂർ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കളൊക്കെ പരിഭ്രാന്തരാകും. അവർക്ക് തന്നെ ആ ജോലി തന്നെ നഷ്ടപ്പെടും. കൃത്യമായ സമയത്ത് ഡെലിവറി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അവരുടെ ഉത്തരവാദിത്വം മറു സൈഡിൽ കൊടുത്തെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ വേറെ ഒരാളിനെ എടുത്തു വെക്കും. അത്രമാത്രം ഗൗരവമുള്ള ആ ജോലി പോലും കൃത്യമായി നടപ്പിലാക്കുവാൻ കഴിഞ്ഞ 10 വർഷമായി നടന്നിട്ടുണ്ടെങ്കിൽ പവർ കട്ട് ഇല്ലാഞ്ഞിട്ടാണ്. ഇന്ന് പാലായെ സംബന്ധിച്ചോളം നമുക്കറിയാം, പാലായിൽ ഞങ്ങൾ കടന്നുപോയ പ്രദേശങ്ങളിലൊക്കെ അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനും തൊട്ട് കാണിക്കാനും എത്രയോ വലിയ പദ്ധതികൾ ആ പ്രദേശത്തുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് നോക്കിയാൽ പാലായിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കുവാനോ അങ്ങനെ പദ്ധതികൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഏത് പദ്ധതി, എവിടെയാണ് ഒരു ബൃഹത്തായ പദ്ധതി കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ, അത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് എടുത്തു കാണിക്കാനില്ല. കഴിഞ്ഞ ഒരു 50 വർഷക്കാലം കൊണ്ട് പാലായാക്കി മാറ്റുകയും ഏറ്റവും നമ്പർ 1 നിയമസഭാ മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മോഡലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെയധികം കഠിനാധ്വാനമുണ്ട്. ഏറ്റവും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശം, കള്ളത്തരമോ കൊള്ളയോ കൊലപാതകമോ ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് പാലായാണെങ്കിൽ അതിന്റെ പിന്നിൽ വളരെയധികം വർഷങ്ങളോളമുള്ള ശ്രമമുണ്ട്. ഇന്ന് അതെല്ലാം മാറി ആ വികസനം എന്നുള്ള പേര് മാറി പോവുകയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, പക്ഷെ ഏതെങ്കിലും കാരണത്താൽ ഒരു വികസനം നടത്തി എന്നുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും കാരണത്താൽ പലപ്പോഴും പറയാറുള്ളത് എന്താണ്, ഇവിടെയുള്ള പാലായുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിന്റെ കാര്യത്തിൽ, അപ്പോൾ എൻ്റെ വീടിന്റെ മുമ്പിൽ കൂടെയുള്ള ഹൈവേ ഒരു ബൈപ്പാസ് റോഡാണ്. അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വീട് മാറ്റി അത് മരിയൻ സെന്ററിനെ അവിടെ നിന്ന് നേരെ ആക്കേണ്ടതുണ്ട്. ആയിട്ടില്ല. 7 വർഷം കഴിഞ്ഞു, 90% പൂർത്തിയാക്കി. ഇപ്പുറത്ത് റിവർ വ്യൂ റോഡുണ്ട്. അവിടെ നമുക്കറിയാം, കൊട്ടാരമറ്റത്ത് നിന്ന് പുറകിൽ കൂടെ വന്ന് RV പാർക്കിന്റെ ആ ജംഗ്ഷനിൽ എത്തിയപ്പോൾ അലൈൻമെന്റിന് ഇച്ചിരി മാറ്റം വന്നു. 2 സെന്റ് സ്ഥലം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ 7 വർഷക്കാലം കഴിഞ്ഞു, അതെടുക്കാൻ കഴിയാതെ പോയി. കളരിയമ്മാക്കം പാലവുമായി ബന്ധപ്പെട്ട്, എൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവം ഉണ്ടായത്? അതിന് ഇത്രയും വർഷമായി അതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നു. അത് ജനപ്രതിനിധി തന്നെ പറയുന്നു, ആദ്യത്തെ റീച്ച് കടപ്പാട്ടൂരിന്ന് 12-ാം മൈലിലേക്കുള്ള ബൈപ്പാസിൽ 13.5 കോടി സേവിംഗ് ഉണ്ട്.
അത് നമ്മളിവിടെ കൊടുത്തു കളരിയന്മാക്കിലേക്ക്. അത് വെച്ചിട്ട് ബാക്കി പണിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവം? ആ അലൈൻമെന്റ് മാറ്റി വേറെ ഒരു അലൈൻമെന്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് അലൈൻമെന്റ് അതിലേ വേണമെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പറയുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, അതിനകത്ത് ഒരു MLA പറയുമ്പോൾ ഒരു MP പറയുന്നതിനേക്കാൾ പരിഗണന കൊണ്ട് എല്ലാ സംസ്ഥാനത്തും എല്ലാ MLA-മാർക്കും, ഇവിടെ മുൻ MP ഇരിപ്പുണ്ട്, ഇപ്പോഴത്തെ MP ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കണം. അതിനകത്തൊരു ലോക്കൽ സ്റ്റാൻഡിങ്. ഇവിടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് MLA ഒരു ലെറ്റർ കൊടുക്കുകയാണ് ഭരണസമിതിക്ക്, അല്ലെങ്കിൽ കളക്ടർക്ക്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രാലയത്തിന് കൊടുക്കുകയാണ്. MP പതുക്കെ ഇച്ചിരി വ്യത്യസ്തമായ ഒരു ലെറ്റർ കൊടുക്കുക എന്ന് വിചാരിക്കുക. ഏതിനാണ് പരിഗണന കൊടുക്കുന്നത്? MLA-യുടെ തന്നെയാണ്. അവരാണ് ജില്ലയുടെ വികസന സമിതി യോഗത്തിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. അവലോകന യോഗത്തിൽ അവരാണ് പങ്കെടുക്കുന്നത്. അവിടെയാണ് മുഴുവൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നത്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവര് സൗജന്യമായി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഉദ്യോഗസ്ഥരും അവിടെയുള്ള നാട്ടുകാരും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലവുമില്ല, അങ്ങനെ ഒരു വ്യക്തിയുമില്ല. അപ്പൊ എന്താണ് ലക്ഷ്യമിടുന്നത്? അപ്പോൾ പറയുന്നത് 90% എൻ്റെ അപ്പൻ പൂർത്തിയാക്കിയ ഒരു സ്ഥലം, ആ 10% ഞാൻ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുമോ? പറയുമ്പോൾ, കള്ളം പറയുമ്പോൾ കുറച്ചുകൂടെ വിശ്വസനീയമായ കാര്യങ്ങൾ പറയണ്ടേ? അതല്ലേ വേണ്ടത്. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് അദ്ദേഹമായി നല്ല സൗഹൃദമുണ്ട്. നിങ്ങൾ കണ്ടു കാണും, പലപ്പോഴും പൊതുവായിട്ട് കാണുമ്പോഴൊക്കെ ഞങ്ങൾ ഇരുന്ന് ചിലപ്പോൾ മിനിറ്റുകളോളം സംസാരിക്കാറുമുണ്ട്. എന്നാൽ എന്നോടൊന്ന് ചോദിക്കണ്ടേ, ജോസ് കെ മാണി, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം, നമുക്ക് ചർച്ച ചെയ്യാം, ഇങ്ങനെയാ വേണ്ടത് എന്ന് പറയണ്ടേ? പറഞ്ഞോ? അതുമാത്രമല്ല, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക, ഈ വികസന പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്നത് വികസന സമിതിയിലാണ്, ജില്ലാ വികസന സമിതിയിലാണ്. കളക്ടർ വിളിച്ചു കൂട്ടുകയാണ് എല്ലാ മാസവും. ഈ വികസന സമിതിയിൽ എന്നെങ്കിലും എവിടെയെങ്കിലും ഇത് അവതരിപ്പിച്ചിട്ടുണ്ടോ? അവതരിപ്പിക്കാൻ കഴിയില്ല, കാരണം പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആക്ഷേപിക്കുകയല്ല. ഈ 5 വർഷക്കാലം ഞാൻ മിണ്ടാതിരുന്നു. എന്നെ ആക്ഷേപിച്ചു, എന്നെ കള്ളത്തരം പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുവാൻ എത്രയോ ആളുകൾ സ്ഥിരമായിട്ടിരുന്നു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇതിലേ കേട്ട് അതിലേ വിടും, കാരണം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ പറയും, ഞങ്ങള് വികസനം പഞ്ചായത്തിലേക്ക് ഞങ്ങൾ വിടുന്നത്. അത് ടൗണിൽ മാത്രം പോരാ, ശരിയാണ്, പഞ്ചായത്തിലേക്ക് വിട്ടു. അത് തന്നെയാണ് KM മാണി സാറും ചെയ്തത്, ഞങ്ങളും ചെയ്തത്. ഏറ്റവും കൂടുതൽ വികസന പദ്ധതി PMGSY MP എന്ന നിലയ്ക്ക് നമ്മുടെ പ്രാദേശിക ഗ്രാമീണ റോഡുകളുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും കൂടുതൽ പാലായി കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് സെൻട്രൽ റോഡ് ഫണ്ടുമായി ബന്ധപ്പെട്ട് രാമൂരത്ത് നിന്ന് കൂത്താട്ടുകുളത്തേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഒക്കെയുള്ളത് ഇന്ന് അത് സെൻട്രൽ റോഡ് ഫണ്ട് BMBC ആദ്യമേ അവതരിപ്പിക്കുന്നത് പാലാ നിയമസഭാ മണ്ഡലത്തിലേക്കാണ്, ഈ സംസ്ഥാനത്ത് തന്നെ. ഇനി അതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കടനാട് പഞ്ചായത്തും ഭരണങ്ങാനത്ത് പഞ്ചായത്തും അതൊക്കെ 3 ലെവലിലേക്കും മേലുകാവിലേക്കുമൊക്കെ ആ BMBC ചെയ്ത കൊല്ലപ്പള്ളിയിൽ നിന്നുമൊക്കെയുള്ള, അല്ലെങ്കിൽ അവിടുന്ന് നേരെ നീലൂര് കൂടി മേലുകാവിലേക്കുള്ള റോഡുകൾ എടുത്ത് നോക്കിയാൽ അന്നത്തെ MLA ചെയ്തതാണ്, KM മാണി സാർ ചെയ്തതാണ്. അതിൻ്റെയൊക്കെ പിതൃത്വമെടുത്തോട്ടെ, കുഴപ്പമില്ല. അതെല്ലാം ഗ്രാമീണ വികസനമാണ്. അവിടെ ചെന്ന് ഞാൻ ഇരിക്കുക ഒരു യോഗത്തിൽ, ഒരു പള്ളിയുടെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആ പൊതുയോഗത്തിൽ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പ്രദേശത്തിലേക്ക് ടൂറിസം കൊണ്ടുവരണം. അവിടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ചതും അവിടെ ഒരു തടാകം നിർമ്മിച്ചതും ആ പറയുന്നത് അത് KM മാണി സാർ ഉള്ളപ്പോഴാണ്. ഞാനും വന്ന് ലോക്സഭ MP ആയിരുന്നു. ഇതിനു വേണ്ടി ഇതിന്റെ പിന്നിൽ ഇതിന്റെ പേപ്പർ വർക്കുകളൊക്കെ വളരെയധികം ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ താഴോട്ടിറങ്ങി, ഞാൻ പോവുകയുണ്ടായി. തിരിച്ച് ഇദ്ദേഹം കയറി നിന്നിട്ട് പറഞ്ഞു, പച്ചക്കള്ളമാണ് ആ പോയ ആള് പറഞ്ഞത്. എന്താണ് പച്ചക്കള്ളം?
അവിടെ ഉണ്ടായിരുന്ന ആ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഇല്ലിക്കക്കല്ലും അത് ഞാൻ കൊണ്ടുവന്നതാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അദ്ദേഹം കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? അങ്ങോട്ടുള്ള റോഡ്, ആ റോഡ് ആ ഘട്ടത്തിൽ അവിടെ അത് AS-ഉം TS-ഉമായി സുപ്രീം കോടതിയിൽ അത് കേസുമായി കോൺട്രാക്ടർ പോയി അത് മാറ്റിവെക്കേണ്ടി വന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് റീടെൻഡർ ചെയ്ത് അത് പണിത് പൂർത്തിയാക്കി. അതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവിടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടും അവിടെയുള്ള തടാകവും അവിടെയുള്ള ആ നവീകരണ പദ്ധതികളെല്ലാം ചെയ്തത് നമ്മുടെ കാലഘട്ടത്തിലാണ്. അതാ എപ്പോഴാണ് ചെയ്തത്? അത് ചെയ്ത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവര് ഭരണത്തിലിരുന്നപ്പോൾ അത് വന്ന് ഉദ്ഘാടനം ചെയ്ത് മാണി സാറിന്റെ സാന്നിധ്യത്തിൽ മാത്യു ടി തോമസ് എന്ന മന്ത്രിയായിരുന്നപ്പോഴാണ് ഞാനത് അന്ന് ഈ പറഞ്ഞ ഉദ്ഘാടനം ചെയ്തതിന്റെ ഈ ഫോട്ടോയും കാര്യങ്ങളും ഇലവീഴ പൂഞ്ചിറ നവീകരണ പ്രവർത്തികളുടെ പൂർത്തീകരണം 2018 ഫെബ്രുവരി 13 ചൊവ്വാഴ്ച രാവിലെ 10:00 എന്ന് പറഞ്ഞ ഈ നോട്ടീസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്തിനാ ഈ നുണയെല്ലാം പ്രചരിപ്പിക്കുന്നത്. ചെയ്തോട്ടെ, എടുത്തോട്ടെ. അപ്പോൾ ഗ്രാമീണ വികസന പദ്ധതികളെല്ലാം ഈ പ്രദേശങ്ങളിൽ, അത് പൂവണ്ണിയിൽ, അവിടെ മീനച്ചിലായാലും എലിക്കുളത്തായാലും എവിടെയായാലും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്യണം. പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ എന്താ ഉള്ളത്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ആക്ഷേപങ്ങളല്ലേ? ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT എന്ന് പറഞ്ഞ് വലവൂര്, എനിക്കറിഞ്ഞുകൂടാ, പലരും കരൂര് മേഖലയിലുള്ളവർക്കറിയാം. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് 18 MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിന്റെ കേന്ദ്രത്തിന്റെ കീഴിലുള്ളതാണ്. സംസ്ഥാന സർക്കാരിനും അതിന് ഷെയറുണ്ട്. എത്ര കോടി രൂപയാണ്? 300 കോടി രൂപയാണ്. എത്ര കുട്ടികൾ അവിടെ ഇപ്പൊ പഠിക്കുന്നത്? 2500 കുട്ടികളാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട JEE മെയിൻ എക്സാം എഴുതി ഇവിടെ ബെർലിനിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ എക്സാമും കൂടിയാണ് എഴുതുന്നത്. അതിൻ്റെ റാങ്കിൽ നിന്നാണ് കുട്ടികളെ നല്ല മിടുക്കന്മാരായിട്ടുള്ളവരെ എടുക്കുന്നത്. ഇന്ന് 20 കോടി രൂപയുടെ മൾട്ടിനാഷണൽ കമ്പനിയുടെ റിസർച്ച് അവിടെ നടക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് ആ സ്ഥാപനത്തിനെ റേറ്റ് ചെയ്തിരിക്കുന്നു. 2 മാസക്കാലം മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് ആ സ്ഥാപനത്തിലേക്ക് ഈ വലവൂര് കൊച്ചു ഗ്രാമത്തിൽ അവരവിടെ വന്നു. എന്തിനാണ്? നമ്പർ 1 ആണ്, ഒന്ന് പരിശോധിക്കാനാണ്. എന്ന് അത് മാത്രമല്ല, അവിടെ പഠിച്ച് മാറുന്നവർക്കെല്ലാം പ്ലേസ്മെന്റ് ജോലി 65 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം വരെ. ഇത് നിങ്ങളെടുത്ത് നിങ്ങളുടെ മക്കളോട് മൊബൈലിൽ ഈ IIIT എന്ന് കോട്ടയം എന്ന് അടിച്ചു നോക്കിയാൽ അതിനകത്തുള്ള വിവരങ്ങളാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം അവിടെ വരുമാനമായി, അവിടെ ഉള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്നു, വീടുകൾ വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി. ഇവിടെയുള്ള വ്യാപാരികളോട് ചോദിച്ചാൽ പറയും എല്ലാ ദിവസവും ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഈ വ്യാപാര മേഖലയിൽ ഷോപ്പിംഗ് നടത്തിയിട്ടാണ് തിരിച്ചു പോകുന്നത്. എൻ്റെ ഒരു ആഗ്രഹം അവിടെ ഒരു ഇൻഫോസിറ്റി എന്ന് പറഞ്ഞ ടെക്നോ പാർക്ക് പോലെ, എറണാകുളത്തുള്ള ഇൻഫോ പാർക്ക് പോലെ, ടെക്നോ പാർക്ക് പോലെ ഒരു ഇൻഫോസിറ്റി ആരംഭിക്കണമെന്നുള്ളതാണ്. ഞാൻ സാധാരണ രീതി അത് പ്രഖ്യാപിക്കാറില്ല. പക്ഷേ അത് നടപ്പിലാക്കിയതിന് ശേഷം പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാ ആക്ഷേപങ്ങളാണ്. ആ ഇൻഫോസിറ്റി എന്ന് പറയുന്നിടത്ത് അതിനു വേണ്ടി 50 ഏക്കർ സ്ഥലം വേണം. ആളുകളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. ആദ്യമായിട്ട് 5-10 ഏക്കർ എടുത്തിട്ട് ഇന്ന് ഇൻ പ്രിൻസിപ്പിൾ സംസ്ഥാന സർക്കാർ എഗ്രി ചെയ്തു. ആളുകൾ വന്ന് സ്ഥലം നോക്കി, അതിൻ്റെ ഫീസിബിലിറ്റി പഠിച്ചു, കിൻഫ്രാവത് എടുക്കാമെന്ന് ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലം അല്ലെങ്കിൽ ആ പ്രദേശം ഒരു ഇൻഫോസിറ്റി ആയി മാറിയാൽ, ഞാൻ പറയട്ടെ, പാലായുടെ അല്ല കോട്ടയം ജില്ലയുടെ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നുള്ളതാണ്. അതിന് സംശയമില്ല. എത്രയോ വലിയ ഒരു വികസനമാണ്. ഞാനൊരു സ്വപ്നം കാണുന്ന ആളാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും കൂടുതൽ വലിയ പബ്ലിസിറ്റി ഇല്ല ചെയ്യുന്നത്. പക്ഷെ സങ്കടം വന്നു. ഇതുപോലൊരു യോഗത്തിൽ 5 വർഷക്കാലം മുമ്പ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് സാധനമാണ് ജോസ് കെ മാണി കൊണ്ടുവന്നത്? പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ ഒരു സ്ഥാപനമാണ് എന്നത്. നിങ്ങൾ പറ, അത് വേണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ പറ. ഈ അടുത്ത നാളിൽ നമുക്കറിയാം, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, പാലാ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എത്രയോ വികസനം കെ മാണി സാർ ചെയ്തു.
കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്കൊരു രോഗം പിടിപെടുമ്പോൾ അവരുടെ മാതാപിതാക്കൾ, കുട്ടികളാകട്ടെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ എത്രയോ രൂപ ചെലവ് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു വാർഡിൽ 10-15 വീടെടുത്ത് നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുടുംബത്തിലെങ്കിലും ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയെങ്കിലും കാണും. എടുത്ത് പരിശോധിച്ചു, ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ. അതുപോലെ വ്യാപകമായി ക്യാൻസർ ഇപ്പോൾ പിടിപെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്, തീർച്ചയായും ഒരു ക്യാൻസർ സെൻറ്റർ ഈ ജനറൽ ആശുപത്രിയിൽ KM മാണി മെമ്മോറിയൽ ആ ജനറൽ ആശുപത്രി വേണം എന്നൊരാഗ്രഹം വന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ സംസ്ഥാനത്ത് നോക്കിയപ്പോൾ ഒരു ജനറൽ ആശുപത്രിയിലും ക്യാൻസറിൻ്റെ സെൻറ്റർ ഇല്ല, ജില്ലാ ആശുപത്രിയിലുമില്ല. ഉള്ളത് ഒരു സ്ഥലത്ത് മാത്രമാണ്, ഒന്ന് വയനാട്ടിലും അതുപോലെ തന്നെ എറണാകുളത്തും. എറണാകുളത്ത് വരാൻ കാര്യം ആ ഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നു. വയനാട്ടിൽ വരാൻ കാര്യം ഏറ്റവും പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞൊരിതാണ്. അല്ലാതെ ഒരു ജില്ലയിലും ഇല്ല. ഇത് ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലല്ല കേട്ടോ, ഇത് പാലാ ഹെഡ് ക്വാർട്ടേഴ്സ്, പാലാ ആശുപത്രിയിൽ ഒരു ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നുവെന്ന് പറഞ്ഞ് ഞാൻ പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. 5 കോടി രൂപ മുടക്കി അവിടുത്തെ ബിൽഡിംഗ് ഏതാണ്ട് ഇത്രയും സ്പീഡിൽ പോയ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് ആദ്യത്തെ ഫേസ് 2 മാസത്തിനകം പൂർത്തീകരിച്ച് അവിടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ പോവുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ ഏതാണ്ട് ഈ 15 കോടിയുടെ മിഷനറി അത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അങ്ങനെ തരാനുള്ള ഒരു ഒരു പ്രോഗ്രാമില്ല. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ സർക്കാരിനോട് ചോദിച്ചു, പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ കണ്ടുപിടിക്കാം. അതനുസരിച്ച് ഒരു രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയും കേന്ദ്രത്തിൻ്റെ ചില സ്ഥാപനങ്ങളുമായി സംസാരിച്ച് 15 കോടിയുടെ CT കം സ്റ്റിമുലേറ്ററും അങ്ങനെയുള്ള മിഷനറി ഇങ്ങോട്ട് നമുക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബിൽഡിങ് പണിയുകയാണ്. ആ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അതാണ്ട് തീരാറായപ്പോൾ ഒരു സംസാരം എന്താണ്, അങ്ങനെയുള്ള ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും റേഡിയേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ക്യാൻസർ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA പറയുകയാണെങ്കിൽ ഞാൻ അതിനെന്താ ഉത്തരം പറയുക? ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു. ഇന്ന് പൗരസമിതിയുടെ ആളുകളുമായി ഇരുന്ന് സംസാരിച്ചു. പല ഡോക്ടേഴ്സ് വന്നു, ഏതാണ്ട് 10ഓളം ഡോക്ടേഴ്സ് അവിടെ വന്നു. നമ്മൾ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, ഡെന്റൽ ഡോക്ടർ വന്നു, സൈക്കാട്രി ഡോക്ടർ വന്നു, ഇന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ വന്നു, പല കാര്യങ്ങളും സംസാരിച്ചു. ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിച്ചു, ഡോക്ടറെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഇതിനകത്ത് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റും ഡിസൈൻ പോലും അവിടുന്ന് സാങ്ഷൻ ചെയ്ത് കൃത്യമായ കൺസ്ട്രക്ഷൻ വെച്ച് പണിയുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നത് വളരെ ദുഃഖകരമാണ് എന്ന് അവർ തന്നെ പറയുക. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിലോ RCCയിലോ ഇന്നാണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത് ഓർഗൻ മാറ്റിവെക്കുന്നതും ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സ്ഥാപനം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ചുറ്റുപാട്, മെഡിസിറ്റി ഉണ്ട്, കോട്ടയത്തുണ്ട്, അവിടെ ലൂർദുണ്ട്, അമൃതയുണ്ട്, ഇതെല്ലാ ഹോസ്പിറ്റലുകളിലുമുണ്ട്. അവിടെയെല്ലാം ചുറ്റുപാടുകൾ ഒഴുകിപ്പോണം. ഇതൊന്ന് വനത്തിൽ കൊണ്ട് വെക്കണമോ? ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഉണ്ട്. എന്താണ് ഉദ്ദേശം? ഇവിടെ ഒന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഞാനല്ല, അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിനൊരു ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇതേ ഉള്ളൂ, നമുക്കൊരു ഇച്ഛാശക്തി വേണം. നമ്മൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ പുറകെ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എത്രയോ യോഗങ്ങൾ കൂടാം. അങ്ങോട്ടുള്ള റോഡ് ഞാൻ നോക്കിയപ്പോൾ ബഡ്ജറ്റ് ചിലപ്പോൾ ഒരു ഐറ്റം എൻ്റേത് ചിലപ്പോൾ പറഞ്ഞാൽ കയറും എന്നോർത്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റ് കൊടുത്തു. ഏതാണ് ഈ പറയുന്ന പൊൻകുന്നം പാലത്തിൽ നിന്ന് അവിടുന്ന് നമ്മുടെ ബൈപ്പാസിലേക്ക് 2 കോടി രൂപ മുടക്കി നവീകരിക്കുവാനായിട്ട്. ആദ്യമേ ആ വാർത്ത വന്നു. അത് കഴിഞ്ഞിട്ട് ആ വാർത്ത പത്രങ്ങളിൽ വന്നപ്പോൾ ഇവിടെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളെ കളിയാക്കിയുണ്ടായി. അപ്പോൾ അത് കിട്ടി. ഏതാണ്ട് ASM TSA മനോഹരമായി അതിന് വീതി വലുതായിട്ട് കൂടാൻ പറ്റത്തില്ല, സ്ലാബൊക്കെ മനോഹരമാക്കി, അല്ലെങ്കിൽ അത് ബലപ്പെടുത്തി പിന്നോട്ട് 2 വണ്ടിക്ക് പോകാൻ, ആംബുലൻസിന് പോകുവാൻ. ശബരിമല വരുമ്പോൾ മിക്കവാറും ഗൂഗിൾ ഇട്ടാൽ ആ വഴിയാണ് മുഴുവൻ വണ്ടികളും പോകുന്നത്. അത് ശരിയല്ല, പക്ഷെ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ട്രാഫിക് ജാം ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രീകരിച്ചത് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ
അത് ചെയ്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തോട്ടെ. അവിടെയൊക്കെ ഇതൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യും, നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്യും. ഇതാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ജനങ്ങളും അതോടൊപ്പം തന്നെ വികസന വിരോധികളുമായിട്ടുള്ള ഒരു മത്സരമാണ് കേരള സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ആ വികസനത്തിനുള്ള ഒരു മറുപടി തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുക്കും എന്നുള്ളതാണ്. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ ഈ 5 വർഷക്കാലമായിട്ട് ആരെയും ഇപ്പോഴും ഞാൻ വ്യക്തിപരമല്ല, ഞാൻ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ UDF-ഉം അതുപോലെ തന്നെ BJP-യും ഒരു തൂവൽ പക്ഷികളാണ്, ഈ പറയുന്ന വികസനത്തിനെതിരായിട്ട് നിൽക്കുന്നു ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം എയിംസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഇവിടുത്തെ കേന്ദ്രമന്ത്രിയോട് എനിക്ക് തോന്നുന്നു മനോരമ ചാനലാണ് ചോദിച്ചു. അപ്പം പറഞ്ഞു 2026 കേന്ദ്ര ബഡ്ജറ്റിൽ ഇവിടെ എയിംസ് ഇല്ലെങ്കിൽ ഞാൻ ഇനി വോട്ട് ചോദിക്കുകയില്ല എന്ന് പറഞ്ഞു. എവിടെയാ എയിംസ് വന്നോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ദാ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നു, അവിടെ വന്ന് പ്രഖ്യാപനം നടത്തും. എല്ലാവരും കാതോർത്തിരുന്നത്, പ്രഖ്യാപിച്ചതും ഇവരോട് കൂടെ നിന്നവരും എല്ലാം കാതു തുറന്നു. ഒരു ചുക്കും ഉണ്ടായില്ല. എന്താ ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം ഒന്നുമല്ല, ഞങ്ങൾ എന്തെങ്കിലും തരാം, പക്ഷെ ഞങ്ങൾക്ക് ഈ ഭരണം, കേരളത്തിൻ്റെ ഭരണം ഇങ്ങ് തരണം. നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വർഗീയ കലാപം പോലും ഈ സംസ്ഥാനത്തുണ്ടായിട്ട് അത് വളരെ ഗൗരവമായി നിങ്ങൾ കാണേണ്ടതാണ്. ആ വർഗീയ കലാപം ഉണ്ടാകാനുള്ള സാഹചര്യമില്ലാഞ്ഞിട്ടാണ്. സാഹചര്യമുണ്ട്, ചില സംഘടനയ്ക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ എവിടെയെങ്കിലും തലപൊക്കിയാൽ അന്നേരെ അടിച്ചമർത്തും എന്നുള്ളത് കൊണ്ടല്ലേ അത് ഇടത് സർക്കാർ അത് പൊങ്ങി വരുവാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടം എടുത്തു നോക്കിയ പൂന്തറ കലാപം നടന്നില്ല, വിഴിഞ്ഞ കലാപം നടന്നിട്ടില്ല, തലശ്ശേരി കലാപം നടന്നിട്ടില്ല, മാറാട് കലാപം നടന്നിട്ടില്ല. ഇതൊക്കെ നടന്നത് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ്? അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ തലശ്ശേരി കലാപം നടന്നപ്പോഴും അതിൻ്റെ ചരിത്രത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണുവാൻ കഴിയുന്നത്, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ കലാപം കഴിഞ്ഞപ്പോൾ അന്നത്തെ ഭരണകൂടം ഒരു കമ്മീഷനെ വെച്ചു. ആരായിരുന്നു കമ്മീഷൻ? ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ 32-ാമത്തെ പേജിൽ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു ജനവിഭാഗത്തിൽ, ഒരു ന്യൂനപക്ഷത്തുള്ള ഒരു മതവിഭാഗത്തിനെ അതിനെ പീഡിപ്പിക്കുവാൻ, അതിനെതിരെ ശക്തമായ നീക്കം നടന്നപ്പോൾ, ഒരു കലാപം നടന്നപ്പോൾ അതിനെ തകർക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നാണ് അതിന് പറഞ്ഞത്. അല്ല, അത് ആ കാലഘട്ടത്തിൽ ശരിയാണ്, നമ്മളെടുത്ത് ചരിത്രം എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. ഇവിടെ റബ്ബറിന്റെ കാര്യങ്ങൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. റബ്ബറിന് വില കൂട്ടിയോ? ഇടതുപക്ഷം കൂട്ടിയോ? വലിയൊരു ആവശ്യമാണ്, സംശയമില്ല. ഏറ്റവും കൂടുതൽ ഇടപെട്ടത് കേരള കോൺഗ്രസ് എമ്മാണ്. ഞാനും ഇടപെട്ടിട്ടുണ്ട്. ദിവസങ്ങളോളം നിരാഹാരം ഇവിടെ കിടന്നിട്ടുണ്ട്. കോട്ടയത്ത് കിടന്നിട്ടുണ്ട് 6 ദിവസം. എന്തുകൊണ്ടാണ് റബ്ബറിന് വില കൂടാൻ പറ്റാത്തത്? ഇവിടെ ശരിയാണ്, 150 രൂപയാക്കി, അത് 170 ആക്കി, 180 ആക്കി, 200 രൂപയാക്കി. സാധാരണ രീതിയിൽ ഇതിൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2 മാസം എടുക്കും അപ്ലോഡ് ചെയ്ത് പണം കൊടുക്കാൻ. അതെപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. 200 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഒരല്പം ആശ്വാസം, അത് പോരാ. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന അതിനേക്കാൾ കൂടുതൽ വേണം. 250 ആക്കണം, 300 ആക്കണം. പക്ഷെ ഒറ്റ നിമിഷം മതി കേന്ദ്ര സർക്കാരിന് ഈ റബ്ബറിന്റെ വില 250-ഓ 300-ഓ ആക്കാൻ. അവരുടെ നയത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി. എന്താണ് നയം? നമുക്കറിയാം, ഈ പറയുന്ന സ്വാഭാവിക റബ്ബറിന്റെ ഇമ്പോർട്ടിന്റെ ഡ്യൂട്ടി അത് കുറയ്ക്കുകയുണ്ടായി. അത് UPA സർക്കാരിന്റെ കാലത്താണ്. എങ്കിലും ഞാൻ പറയട്ടെ, ഇവർക്ക് വേണമെങ്കിൽ അത് കൂട്ടാം. അത് കൂട്ടിയാൽ ഇങ്ങോട്ടുള്ള ഇറക്കുമതി ചുങ്കം കൂടിക്കഴിയുമ്പോൾ ഇങ്ങോട്ടുള്ള ഇറക്കുമതി അത് കുറയും. അതൊരു വശത്ത് നിൽക്കുന്നു. ഇനി വേണ്ട,
ഈ രാജ്യത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു ചുങ്കം നടത്താറുണ്ട്. എന്തിനാത്? കർഷകരെ സഹായിക്കാൻ. ഇവിടുത്തെ വിപണിയിൽ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ക്യാഷ് ക്രോപ്പ് ആക്കട്ടെ, അതിൻ്റെ വില നിയന്ത്രിക്കുവാനും കർഷകർക്ക് അവർക്ക് ഒരു റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള ഒരു വില കിട്ടുവാനും വേണ്ടിയിട്ടാണ്, ന്യായമായ ഒരു വില കിട്ടുവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ റബ്ബറിന് വെച്ചിരിക്കുന്ന ചുങ്കം 25 രൂപയാകട്ടെ, ശതമാനമാകട്ടെ, 30 രൂപയാകട്ടെ, അതിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കിട്ടിയത് 7000 കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടിയത്. ആ 7000 കോടി രൂപ എങ്ങോട്ടാ പോയത്? അത് ട്രഷറിയിലേക്കാ പോയത്. അത് ട്രഷറിയിലേക്ക് പോകാനുള്ളതല്ല. അവിടെ ഞാൻ പാർലമെന്റിനകത്തും വാദിച്ചു, അവിടെയുള്ള മന്ത്രിയുടെ അടുത്തും കണ്ട് ഞാൻ പറഞ്ഞു, ഈ പണം അതിനകത്ത് 75% ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരള സംസ്ഥാനത്തെ കർഷകർക്ക് അത് 200 രൂപയിൽ നിന്ന് 300 രൂപയാക്കാൻ വികസന ഫണ്ടിലേക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടായി. അത് നമ്മുടെ കർഷകന്റെ വേർപ്പാണ്. അതിനല്ലേ ഇത് വന്നിരിക്കുന്നത്, ഈ ചുങ്കം ചുമത്തിയിരിക്കുന്നത്. അത് റബ്ബറിന് മാത്രമല്ല, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അത് ചെയ്തു. പക്ഷെ അത് ചെയ്യില്ല. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? റബ്ബർ ബോർഡ് എന്ന് പറയുന്ന ആ സംവിധാനം പതുക്കെ ഇല്ലാതാക്കുക. ഇന്ന് റബ്ബർ ബോർഡിന്റെ പ്രാധാന്യം കുറച്ച് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇന്ന് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. റബ്ബറിന് ഒറ്റ വിപണി, പ്രധാനപ്പെട്ട വിപണി ഇത് കേരളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൻ്റെ ആയിരുന്നു വിപണിയുടെ റേറ്റ്. പക്ഷെ ഇപ്പോൾ മാറ്റുന്നത് അതർത്തിലേക്കാണ്, ത്രിപൂരിലേക്കാണ്. അവിടെ വിപണിയായി. ഇന്ന് വ്യാപാരി വ്യവസായികളോട് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി പർച്ചേസ് ചെയ്തു, നിങ്ങൾ അവിടെ പോയി മേടിച്ചു. എന്തുകൊണ്ടാണ്? അവിടുന്ന് കൽക്കട്ടയിലേക്ക് വരുവാനും ഫാക്ടറിയിലേക്ക് വരുവാനും അവരുടെ വ്യവസായ മേഖലയ്ക്ക് വരുവാൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ 1 കിലോയ്ക്ക് 15 രൂപ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാകും വിപണി, അവിടെയാകും വരവും ചെലവും. ഇവിടുത്തെയുള്ള വിപണി തീരും, ഇവിടുത്തെയുള്ള കൃഷി തീരും, റബ്ബർ മാറും, ഇവിടുത്തെ സമ്പദ്ഘടന പൊളിയും, സർക്കാരിനെതിരെ എതിരായ ഒരു വിരോധമുണ്ടാകും. അപ്പോൾ ഞാൻ ചുരുക്കട്ടെ, എവിടെയാണോ ഒരു പൊളിറ്റിക്കൽ ആയിട്ട് രാഷ്ട്രീയമായ നേട്ടമുണ്ടോ അവിടെയുള്ളൂ അവരെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരിച്ചറിയണം. പലരും ഇന്ന് ആ ബാനറിൽ വരുന്നുണ്ട്, ഞങ്ങളെല്ലാം ചെയ്തു തരാം. നിങ്ങൾ എടുത്ത് നോക്കിക്കൂ. പലതും അത് കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് നിയമം അവരെ സഹായിച്ചു. പിന്നെ അവിടെയുള്ള വോട്ടർമാർ തിരിച്ചോട്ട് ചെയ്തു, അല്ലേ? നമ്മളത് കണ്ടതല്ലേ? അപ്പോൾ ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. പലതും ഇങ്ങ് നേടിയെടുക്കും, ഞങ്ങൾ ഇന്നത് സഹായിക്കും എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഓരോ ബിസിനസ്സുകാരനെയും അവരെയും കണ്ടു പറയും. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവർക്ക് വേണ്ടത് ഈ രാഷ്ട്രത്ത് എവിടെയൊക്കെയാണോ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്നത് അവിടെ കൂടുതലായിട്ടുള്ള പണം കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ, നമുക്കറിയാവുന്ന പോലെ ഈ തിരക്കിനിടയിലും നിങ്ങൾ ഓരോരുത്തരും ഈ ഉച്ച സമയത്ത് ഇവിടെ എത്തുകയും ആവേശകരമായ ഒരു സ്വീകരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയത്. ഇവിടെ ഇടതുപക്ഷം, അതിനകത്ത് CPM-ഉം CPI-യും എല്ലാ ഘടകകക്ഷികളും പാലായിലുള്ളവർ ഒരുമിച്ച് കൈയും മെയ്യും എല്ലാം അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആവേശകരമായി ഒത്തൊരുമയോടുകൂടി കൂടെ പോകുന്നു. ഞങ്ങൾ ഇതെല്ലാ നിയമസഭാ മണ്ഡലത്തിലും കണ്ടതാണ്. ഒരുമിച്ചാണ് പോകുന്നത്. തീർച്ചയായും അതിൻ്റെ ഇടയ്ക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും സഖാക്കളെയും അതോടൊപ്പം തന്നെ സഹോദരന്മാരെയും മാതാപിതാക്കളെയും എല്ലാവരെയും, നാട്ടുകാരായ വളരെയധികം ആളുകളുണ്ട്, അവരെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ടീം അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.